എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി വൻപയർ കൊണ്ടുള്ള ഒരു കറിയാണ്. ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഡ്രൈ ആയിട്ടുള്ള ഒരു തോരൻ എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് വ്യത്യസ്തമാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വൻപയർ പല രീതിയിൽ തയ്യാറാക്കാറുണ്ട്. ഇത് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. അതിനുവേണ്ടി 1 കപ്പ് അല്ലെങ്കിൽ 100 ഗ്രാം വൻപയർ എടുത്തിട്ടുണ്ട്. പൊതുവെ വെള്ളത്തിൽ കുതിർത്തി സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് വൻപയർ വേവിച്ചെടുക്കാറ്. അല്ലാതെയും കുക്കറിൽ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. ഏറ്റവും കുറഞ്ഞത് മിനിമം 2 മണിക്കൂറെങ്കിലും കുറച്ചധികം വെള്ളത്തിൽ നന്നായി കഴുകിയതിന് ശേഷം കുതിർത്തി വയ്ക്കുക. അല്ലെങ്കിൽ ഓവർനൈറ്റും കുതിർത്തി വയ്ക്കാം. നന്നായി കുതിർത്തിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാൻ എളുപ്പമായിരിക്കും. ഞാനിവിടെ 2 മണിക്കൂർ കുതിർത്തി വെച്ച പയർ ഒരു കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. പയർ നന്നായി കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ പയറൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പയർ വേവിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ചേർത്ത വെള്ളം പെട്ടെന്ന് തന്നെ വറ്റിപ്പോവാനും അത് അടിയിൽ പിടിക്കാനും ചാൻസ് ഉണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഒരു 4 മുതൽ 6 വിസിൽ മാക്സിമത്തിൽ പയർ നന്നായി വെന്ത് കിട്ടും. ഇനി ഓവർനൈറ്റ് കുതിർത്തിയ പയറാണെങ്കിൽ ഒരു 2-3 വിസിൽ തന്നെ നല്ലതുപോലെ വെന്ത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പ്രഷർ കുക്കറിൻ്റെ പ്രഷറിനെയും ഡിപ്പെൻഡ് ചെയ്യും. പയർ കറി തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ എടുക്കാം. നന്നായി ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 6-7 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു 10 അല്ലി ചെറിയുള്ളി ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് നന്നായി വഴണ്ട് വരുമ്പോഴേക്കും 1/2 കപ്പ് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ആയിട്ടുള്ള കോക്കനട്ട് ചേർക്കാം. ഡെസിക്കേറ്റ് കോക്കനട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ സമയത്ത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. കശ്മീരി മുളക് പൊടി തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം എരിവുള്ള കുരുമുളക് പൊടി ആയതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ ചേർക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന കുരുമുളക് പൊടിയുടെ എരിവനുസരിച്ച് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഒട്ടും കൂടണ്ട. ഇതിൻ്റെ അളവ് ഈ ഒരു അളവിൽ ചേർത്താൽ മതി. കൂടിയാൽ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. ഈ ഒരു 100 ഗ്രാം വൻപയർ തയ്യാറാക്കുമ്പോൾ 3 പേർക്കെങ്കിലും നമുക്കത് സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു അളവിനാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുക. പൊടികളുടെ എല്ലാം പച്ചമണം മാറുമ്പോൾ വേവിച്ച് വെച്ചിട്ടുള്ള പയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളത്തിലാണ് പയർ വേവിച്ചത്. ഒട്ടും തന്നെ വെള്ളമില്ലാതെയാണ് കിട്ടിയിട്ടുള്ളത്. നല്ലതുപോലെ പച്ചമണം മാറിയ ഈ ഒരു മസാലയിലേക്ക് പയർ ചേർത്ത് കൊടുക്കാം. പയർ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സാക്കുക. 2-3 മിനിറ്റ് കൂടി നല്ലതുപോലെ ഒന്ന് സ്റ്റെയർ ചെയ്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. ഇതുപോലെ ഡ്രൈ ആയിട്ട് സെർവ് ചെയ്യാം. ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 1 കപ്പ് ചെറിയൊരു ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം ഒഴിക്കരുത്. ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലൊന്ന് അടച്ച് വയ്ക്കുക. അപ്പോഴേക്കും ആ ഒരു വെള്ളവും പയറും എല്ലാം ആയിട്ട് നന്നായി മിക്സായി നല്ലൊരു ഗ്രേവി കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ടാവും. അങ്ങനെയും സെർവ് ചെയ്യാം. ഇതിപ്പോൾ ഡ്രൈ ആയിട്ടാണെങ്കിൽ കൂടി പയറെല്ലാം നല്ല സോഫ്റ്റായി വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ചപ്പാത്തിക്കും ചോറിനും ഒക്കെ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളുടെ ഡീറ്റെയിൽ റിട്ടേൺ റെസിപ്പീസ് സൈറ്റിലുണ്ട്. അതുകൂടി ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.